അനിൽ വിളയിൽ ഇവിടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ പല വിശദാംശങ്ങളുമാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിലായി ഈ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനിന്റെ മുഖ്യ പങ്കെന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് വളരെ ഗൂഢാലോചനയോടെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഇങ്ങനെ പുറത്തു വരുമ്പോൾ എങ്ങനെ കാണുന്നു ഇതിനെ? തീർച്ചയായിട്ടും ഇത് വഴിപാടിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്വർണം എടുക്കാവുന്ന നേർച്ചയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത് വൻ കൊള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഇത് ശബരിമലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും ഈ റാക്കറ്റ് ലക്ഷ്യം വെച്ചിരുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ കൂടി മോഷണത്തിൽ കൂടി കടത്താനുള്ള ആസൂത്രിതമായ ശ്രമം നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡുകളുടെ അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും താല്പര്യാർത്ഥം ഈ ഗൂഢസംഘം ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതിൻ്റെതായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇത് സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ളൊരു അന്വേഷണം കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ പഴയ ഈ കോട്ടയത്തെ വാരികളിൽ ഓരോ ലക്കവും ഇറങ്ങുന്ന കഥകൾ പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ലക്കത്തിലും ഓരോരോ കഥകൾ വരുന്നത് പോലെ കുറച്ചായിട്ട് SIT പുറത്തുവിടുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും പൂർത്തീകരിച്ചില്ല എങ്കിൽ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകും. ഇത് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനും കൃത്യമായ ആസൂത്രണം നടപ്പാക്കിയവർക്ക് രക്ഷപ്പെടാനുമുള്ള അവസരങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഹൈക്കോടതി അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇവർ ഈ സമയം നീട്ടിക്കൊണ്ടിരിക്കും. യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നെത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി കേരളത്തിലെ ഇടതുമുന്നണിക്കും CPM-നും വലിയ ബുദ്ധിമുട്ടാകുമെന്ന് SITക്ക് അറിയാം. അവർ കടലിനും ചെകുത്താനും ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് CBI പോലെയുള്ള ഏജൻസികൾ ഈ കേസിന്റെ അന്വേഷണം വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ ഉടൻ. അനിൽ വിളയിൽ ഇവിടെ ശ്രീകോവിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളും കവർ ചെയ്യാൻ ആസൂത്രണമുണ്ടായെന്നും SITയുടെ കണ്ടെത്തലുണ്ട്. അതായത് ഇത്തരത്തിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകുമ്പോഴും ഈ പോറ്റിയിലേക്കും ഗോവർദ്ധനിലേക്കും അങ്ങനെയുള്ള ചില അത്ര പരിചിതമല്ലാത്ത പേരുകളിലേക്ക് അവർ കുരുക്കുമുറുക്കുന്നു. പക്ഷേ ഏറെ പരിചിതമായ പല പേരുകളുമുണ്ട്. ഇനി ഘടകങ്ങളിലേക്കടക്കം എത്തേണ്ടതുണ്ട്. പക്ഷേ ആ പേരുകളെ മനഃപൂർവ്വം വിസ്മരിക്കുകയുമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കടകംപള്ളി സുരേന്ദ്രൻ 2019 ആ വർഷം 6 or 7 തവണയാണ് അദ്ദേഹം ദുബായ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സന്ദർശിച്ചത്. അദ്ദേഹം അതേപോലെ തന്നെ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചെമ്പുപാത്രത്തിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ ദുബായ് UAE-യുടെ തിരുവനന്തപുരത്തെ കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കി രക്ഷപ്പെട്ടു പോയ ഈജിപ്ഷ്യൻ പൗരനുണ്ട്. ആ പൗരനുമായി ബന്ധപ്പെട്ട് ഈ കേസിന് ഒരു ബന്ധമുണ്ട് എന്നുള്ള ചില വാർത്തകൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു വെറും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശനം നടത്തിയത്? അതിന്റെ ദുരൂഹതയുണ്ട്. ഇറ്റലിയിൽ ഇതിന് കണക്ഷനുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുക്കള് ആന്റിക് വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നവരാണ്. അതുകൊണ്ട് UDF-നും LDF-നും ഒക്കെ ഈ കേസിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് CBI, എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ അന്വേഷിക്കണം. യഥാർത്ഥ പ്രതികളിലേക്ക് പതുക്കെ പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് SIT നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ ഭാഗം തന്നെയാണ്. കൃത്യമായ അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ്, ഒരു കട്ടളപ്പാളിയോ അല്ലെങ്കിൽ വ്യാളി മുഖമോ ഒന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിനെ പോലെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചാ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അത് ഗോവർദ്ധനിലേക്കും ബെല്ലാരിയിലേക്കും ഹൈദരാബാദിലേക്കും ഒക്കെ തന്നെ, അതിന്റെ പുറത്തേക്ക് ഇറ്റലിയിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ നീളും ഇതിന്റെ അന്വേഷണം കൃത്യമായി നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ.